ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ അടുത്ത ICC ടൂർണമെന്റിന് ഇറങ്ങാൻ പോകുന്നത്. ഇന്ത്യക്ക് ഇപ്രാവശ്യം കപ്പ് നേടണം. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലാണ് ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 2 കീപ്പർമാരെ ഇന്ത്യക്ക് ആവശ്യമാണ്. ഒരു കീപ്പറായിട്ട് ഋഷഭ് പന്തും രണ്ടാമത്തെ കീപ്പറായിട്ട് സഞ്ജുവും സ്ക്വാഡിലുണ്ടായിരിക്കും. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അതുപോലെ ഋതുരാജും ടീമിലുണ്ടായിരിക്കും. സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും സ്ക്വാഡിൽ ഇടം നേടാൻ സഞ്ജുവിന് സാധിക്കും. 3-ാം നമ്പറിൽ പതിവ് പോലെ വിരാട് കോഹ്ലി കളിക്കും. 4-ാം നമ്പറിൽ ശ്രേയസാണ് കളിക്കാൻ പോകുന്നത്. ഫിനിഷറായിട്ട് റിങ്കു സിംഗ് അല്ല, മറിച്ച് റിയാൻ പരാഗിനെ എടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയും ടീമിലുണ്ടായിരിക്കും. അതുപോലെ നിതീഷ്, ശിവൻ ദുബെ. ഇനി ഓൾറൗണ്ടേഴ്സിന്റെ പട്ടികയിൽ ജഡേജയും അക്ഷർ പട്ടേലും സ്ഥാനം പിടിച്ചു. പേസർമാരായിട്ട് ബുംറ, സിറാജ്, അർഷദീപ് സിംഗ് ഇവരായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത് ഫെബ്രുവരി 19-നാണ്. മാർച്ച് 9 വരെ ചാമ്പ്യൻസ് ട്രോഫി നടക്കും. പാകിസ്ഥാനിലായതുകൊണ്ട് ഇന്ത്യ അവിടെ പോയിട്ട് കളിക്കില്ല, മറിച്ച് ഹൈബ്രിഡ് മോഡലിലാണ് കളി നടക്കുന്നത്. ഇന്ത്യയുടെ മാച്ച് മാത്രം ദുബായിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. രോഹിത് ശർമ്മയ്ക്ക് സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു ICC ട്രോഫി എത്തിയിരിക്കുകയാണ്. രോഹിത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും വൈസ് ക്യാപ്റ്റൻ. സഞ്ജുവിന് അങ്ങനെ ഏകദിന ടീമിലേക്ക് വിളിയെത്തിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിലാണ് നടക്കാൻ പോകുന്നത്. സഞ്ജുവിന് നേരത്തെ തന്നെ ഏകദിനത്തിൽ മികച്ച റെക്കോർഡുണ്ട്. ലാസ്റ്റ് ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ എടുക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, T20 ക്രിക്കറ്റിൽ സഞ്ജു മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്കാണ് എടുക്കാൻ പോകുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജു ബാക്കപ്പ് ഓപ്പണർ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.